എല്ലാ വിദ്യാർത്ഥികൾക്കും NS ഈസി മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് വരാനിരിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ SSLC മാത്തമാറ്റിക്സ് എക്സാമിനേഷന് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സാണ്. റിവിഷൻ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജ്യാമിതിയും ബീജഗണിതവും അഥവാ ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. ഒരു 10 ചോദ്യങ്ങൾ നമുക്കിന്ന് ചെയ്ത് പഠിക്കാം. അത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ വരുന്ന ഏത് ചോദ്യങ്ങളും ചെയ്യാനുള്ള ഒരു എബിലിറ്റി, കഴിവ് നമുക്കുണ്ടാകും. നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലാസ്സുകൾ കേൾക്കുക, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് A17 ആൻഡ് B-2, 5. ഫൈൻഡ് ഇറ്റ്സ് സ്ലോപ്പ് and also find the coordinates of 2 more points. ഒരു വര 1, 7, -2, 5 എന്നീ ബിന്ദുക്കളിലൂടെ പാസ് ചെയ്യുന്നു. ആ വരയുടെ ചരിവ് എത്ര? ഈ വരയിലെ മറ്റു 2 ബിന്ദുക്കൾ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൻ്റെ സ്ലോപ്പ്, ചരിവ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചരിവ്, y ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ് എന്നാണ് സ്ലോപ്പിന് നമ്മൾ പറയാം. y ഡിഫറൻസ് ബൈ എക്സ് ഡിഫറൻസ്, y വ്യത്യാസം ഡിവൈഡഡ് ബൈ എക്സ് വ്യത്യാസം. y തമ്മിൽ മൈനസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇതിലെ 7-ൽ നിന്ന് ഇതിലെ 5 മൈനസ് ചെയ്യാം. 7 - 5 താഴെ ആദ്യം y കോർഡിനേറ്റ്സ് തമ്മിൽ മൈനസ് ചെയ്യുക. ഇതേ ഓർഡറിൽ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇതേ ഓർഡറിൽ തന്നെ എക്സും മൈനസ് ചെയ്യണം. അതായത് y നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്തുകൊണ്ട് എക്സ് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യാൻ പാടില്ല. എക്സും ഇതേ ഓർഡറിൽ, അതായത് 1-ൽ നിന്ന് -2 മൈനസ് ചെയ്യാം, 1-ൽ നിന്ന് -2 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 7-ന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ 2 കിട്ടും. 1 - -3 എന്നുള്ളത് 2 മൈനസ് പ്ലസ് ആയിട്ട് 1 + 2 = 3 എന്ന് വരും. അപ്പോൾ സ്ലോപ്പ് കിട്ടി. ചരിവ് നമുക്ക് കിട്ടുന്നത് 2/3 ആണ് ഈ വരയുടെ സ്ലോപ്പ് അഥവാ ചരിവ്. ഇനി നമുക്ക് ഇതിലെ മറ്റു 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മറ്റു 2 പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ ഒരു പോയിന്റ് തൽക്കാലം ഇവിടെ ഞാൻ A, B എന്നെടുക്കുകയാണ്. ഈ A,Bയിൽ A കണ്ടുപിടിക്കാൻ ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ എക്സ് എടുക്കുക. ഇതിൻ്റെ x1 അല്ലേ? ഈ 1ലേക്ക് സ്ലോപ്പിൻ്റെ അടിയിലുള്ള നമ്പർ ആഡ് ചെയ്യാം. കാരണം സ്ലോപ്പിൻ്റെ അടിയിലാണ് എക്സ് ഡിഫറൻസ് കിടക്കുന്നത്. എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കാണുന്നത് സ്ലോപ്പിൻ്റെ താഴെയുള്ള നമ്പറാണ്. അപ്പോൾ ഇതിൽ ഈ പോയിന്റിൻ്റെ 1 എടുത്തിട്ട് അതിലേക്ക് ഈ സ്ലോപ്പിൻ്റെ അടിയിൽ കാണുന്ന 3 ആഡ് ചെയ്യാം. 3 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 കിട്ടും. ഇനി ഇതിലെ y കോർഡിനേറ്റ് B കണ്ടുപിടിക്കാൻ ഇതിൻ്റെ y കോർഡിനേറ്റ് എടുക്കുക 7, അതിലേക്ക് സ്ലോപ്പിൻ്റെ മുകളിലുള്ള നമ്പർ ആഡ് ചെയ്യാം. 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. അങ്ങനെ ഈ പോയിന്റ്, ഒരു പോയിന്റ് നമുക്ക് 4,9 എന്ന് എഴുതാൻ പറ്റും. ഈ ലൈൻമേലുള്ള മറ്റൊരു പോയിന്റ് 4,9. ഇനി ഒരു പോയിന്റ് കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഇതിലെ വേറൊരു പോയിന്റായിട്ട് ഞാൻ x,y എന്ന് തൽക്കാലം എടുക്കുന്നു. ഇനി ഇതിലെ എക്സ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെയ്ത അതേ മെത്തേഡ് യൂസ് ചെയ്യുക. എക്സ് കണ്ടുപിടിക്കാൻ ഇതിലെ 3 പോയിന്റുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. ഈ പോയിന്റ് നമുക്കറിയാം. A,B ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു, B നമുക്ക് ഇവിടെ ഉണ്ട്. ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടാണ് നമുക്ക് അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഇതെടുക്കാം തൽക്കാലം. ഇതിലെ എക്സ് എടുക്കുക. ഇതിൽ x -2, ആ -2ലേക്ക് ഏതാ ആഡ് ചെയ്യേണ്ടത്? സ്ലോപ്പിൻ്റെ അടിയിൽ കാണുന്ന നമ്പർ ആഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി അപ്പോൾ ആ 1 കിട്ടുന്ന സംഭവം ഇതാണ്. നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ഓൾറെഡി ഇവിടെ ഉണ്ട്. 17 ആയിരിക്കും നമുക്കിനി കിട്ടുക. അതുകൊണ്ട് ആ പോയിന്റ് തൽക്കാലം നമുക്ക് വിടാം. കാരണം നമുക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് ഇവിടെ തന്ന പോയിന്റ് തന്നെ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യേണ്ട. നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇതാണ്. ഈ 4, 9 എടുക്കുക. ഇതിലൊരു പോയിന്റ് ആണല്ലോ. അതിലെ എക്സ് എടുത്തിട്ട് 4 എടുത്തിട്ട് സ്ലോപ്പിൻ്റെ അടിയിലുള്ള 3 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 7 കിട്ടുന്നു. ഇനി അതിൻ്റെ y കണ്ടുപിടിക്കാൻ ഇതിൻ്റെ y എടുക്കുക 9, എന്നിട്ട് അതിലേക്ക് സ്ലോപ്പിൻ്റെ മുകളിൽ കാണുന്ന നമ്പർ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 11 കിട്ടും. അപ്പോൾ മറ്റൊരു പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 7,11. അപ്പോൾ 2 പോയിന്റുകൾ വേറെ കിട്ടി. ഒന്ന് 4,9 കിട്ടി, മറ്റൊന്ന് 7,11 കിട്ടി. ഇനി ഇത് നമ്മൾ ഈ അടിയിലുള്ള നമ്പറുകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് പകരം കുറച്ചാലും നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഡിഫറൻസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് y ഡിഫറൻസ്, ഇത് x ഡിഫറൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ്. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്, ഒരു വൃത്തത്തിൻ്റെ സമവാക്യമാണ്. ആ വൃത്തത്തിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ്, വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ. രണ്ടാമത് ആ വൃത്തത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരം. ഇതാണ് 2 ചോദ്യങ്ങളും. അപ്പോൾ നമുക്കറിയാം, ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ, ഒരു വൃത്തത്തിൻ്റെ സമവാക്യം വരുന്ന ഫോം ഇതാണ്: എക്സ് മൈനസ് എ ഓൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ്റെ ഫോം. ഇതിൽ സർക്കിളിൻ്റെ സെൻറ്ററാണ് എ കോമ ബി. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആണ്, അതായത് കേന്ദ്രം എ കോമ ബി. റേഡിയസ് ആണ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരം അഥവാ റേഡിയസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എയുടെയും ബിയുടെയും ആറിൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി ഇവിടെ ക്ലിയർ ആയി. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49 വന്നു അല്ലേ? ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. അപ്പോൾ ആറിൻ്റെ വാല്യൂ 7 അല്ലേ? 49ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 7 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി നമുക്ക്. 7 യൂണിറ്റ് ആണ് റേഡിയസ്. ഇനി നമുക്ക് സെൻറ്റർ വേണം. സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് x+4 ആണ് തന്നിട്ടുള്ളത്, പക്ഷേ ഫോർമുലയിലുള്ളത് x-4 ആണ്. സോറി, x-a ആണ് വരേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് x-4 എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. x+4 പറഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് അടുത്തത് ഒന്നാണ്. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് ഈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് എ. അപ്പോൾ ഈ മൈനസ് കഴിഞ്ഞിട്ട് ഈ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ആള് -4 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ -4 കിട്ടി. ഇനി y കഴിഞ്ഞ് മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ബി. അപ്പോൾ ഇവിടെ y കഴിഞ്ഞ് മൈനസും കഴിഞ്ഞ് വരുന്ന ആള് വെറും 3 ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ 3. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കിട്ടിയല്ലോ. വൃത്തകേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യ ഏതാ? എ കോമ ബി, അതായത് -4 3 -4 3 ആണ് സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 3ൽ ഒരു പാരലലോഗ്രാം, ഒരു സാമാന്തരികം. ഈ പാരലലോഗ്രാമിൻ്റെ ABCDയുടെ 3 വെർട്ടീസസ്, 3 മൂലകളിലെ സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ 4ാമത്തെ വെർട്ടെക്സ് ഡിയുടെ കോർഡിനേറ്റ്സ് കാണാനാണ് ചോദ്യം. അവിടെ ഞാൻ തൽക്കാലം x,y എന്നിട്ടിട്ടുണ്ട്. ഇതിൻ്റെ 2 രീതിയിൽ ചെയ്യാം. ഒരു രീതി ഞാൻ പറയാം. ഇതിലെ ഒരു ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണങ്ങൾ രണ്ടും നമ്മൾ വരക്കുകയാണെങ്കിലും ഈ വികർണങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം, ഡയഗണൽസിൻ്റെ മീറ്റിംഗ് പോയിന്റ് ഈ വികർണങ്ങളുടെ മധ്യബിന്ദു ആയിരിക്കും. ഞാനിവിടെ തൽക്കാലം P എന്ന് കൊടുത്താൽ P is the midpoint of AC. midpoint എന്ന് പറഞ്ഞാൽ മധ്യബിന്ദു. P AC-യുടെ മധ്യബിന്ദുവാണ്. അതുപോലെ P എന്ന് പറയുന്നത് BD-യുടെയും മിഡ് പോയിന്റ് ആണ്, മധ്യബിന്ദുവാണ്. അപ്പോൾ നമുക്ക് P കണ്ടുപിടിക്കാൻ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. മധ്യബിന്ദു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x1 + x2/2 y1 + y2/2. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 1 + 8/2 2 + 10/2. ഇതാണ് Pൻ്റെ കോർഡിനേറ്റ്സ് വരിക. കൂട്ടിക്കഴിഞ്ഞാൽ 9/2, അതേപോലെ 12/2 എന്ന് പറയുമ്പം 6 അല്ലേ? 12/2 എന്ന് പറഞ്ഞാൽ 6. ഇത് ആരുടെയും മധ്യബിന്ദുവാണ്? ഈ P എന്ന് പറയുന്നത് BD-യുടെയും മധ്യബിന്ദുവാണ്, മിഡ് പോയിന്റ് ആണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് കിട്ടിയത് 9/2, 6 എന്നാണ് ഇവിടെ കിട്ടിയത്. ഇനി ഈ ഒരു ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മധ്യബിന്ദു കാണാൻ വേണ്ടി നമ്മൾ ചെയ്യുക x-ഉം r-ഉം കൂട്ടിയിട്ട് /2 ഇടുമ്പോഴാണ് ഈ 9/2 കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് x-ഉം r-ഉം കൂട്ടിയിട്ട് /2 ഇട്ട് കഴിഞ്ഞാൽ ആരെ കിട്ടുക? മധ്യബിന്ദുവിൻ്റെ x ആയ 9/2 കിട്ടും. വേറൊന്ന് y-ഉം 4-ഉം കൂട്ടിയിട്ട് y + 4 കൂട്ടിയിട്ട് പകുതി എടുത്തു കഴിഞ്ഞാൽ ആരെ കിട്ടും? ഇതിലെ y1 + y2/2 ചെയ്ത് കഴിഞ്ഞാൽ മിഡ് പോയിന്റിൻ്റെ y ആയ 6 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാൻ പറ്റും. x + r = 9/2. ഈ 2-ന് അങ്ങോട്ടും ഉണ്ടായാൽ × 2 അല്ലേ? ഈ 2 വെട്ടി. അങ്ങനെ x + r = 9. അതുകൊണ്ട്
എക്സ് സമം 9, 6 അവിടേക്ക് വരുന്ന സമയത്ത് 9 - 6 നമുക്ക് 3 കിട്ടും. എക്സ് 3 കിട്ടി. ഇവിടുന്ന് നമുക്ക് y + 4 സമം ഈ 2 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 6 × 2. അപ്പോൾ y + 4 സമം 12, y സമം 12 കുറക്കണം 4 അല്ലേ. 4 അവിടെ വരുന്ന സമയത്ത് -4, അങ്ങനെ നമുക്ക് 8 കിട്ടുന്നു. അപ്പോൾ എക്സിൻ്റെ വില 3ഉം വൈൻ്റെ വില 8ഉം ആയതുകൊണ്ട് ഈ കോർഡിനേറ്റ് കിട്ടുക നമുക്ക് 3,8 ആണ് ഈ കോർഡിനേറ്റ്സ് കിട്ടുക. ഇതാണ് ഒരു മെത്തേഡ്. മറ്റൊന്നൊരു ഷോർട്ട് കട്ടാണ്, മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യണം. ചെറിയ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇനി പറയുന്ന രീതിയിൽ ചെയ്താൽ മതി. ഈ എക്സ് കിട്ടാൻ നന്നായിട്ട് ശ്രദ്ധിച്ചോളണേ. ഈ എക്സ് കിട്ടാൻ ഇത് രണ്ടും കൂട്ടാം, 1ഉം 8ഉം കൂട്ടാം. 1ഉം 8ഉം കൂട്ടിയിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സ് ഇല്ലേ 6, അത് കുറക്കുക. അപ്പോൾ 1ഉം 8ഉം കൂട്ടിയാൽ 9 - 6 കുറച്ച് കഴിഞ്ഞാൽ 3. കണ്ടോ, ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മളിവിടെ 3 കിട്ടി. ഇനി ഇതിലെ y കിട്ടാൻ അതേ മെത്തേഡ് എടുത്ത് നോക്കുക. y കിട്ടാൻ ഇതിലെ y രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ 2ഉം 10ഉം തമ്മിൽ കൂട്ടുക. എന്നിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വെർട്ടെക്സിലെ y 4 കുറക്കുക. അപ്പോൾ നമുക്ക് 12 - 4 സമം 8 എന്നും കിട്ടും. ഇതും കിട്ടി, ഇതും കിട്ടി. അങ്ങനെ വളരെ പെട്ടെന്നായിട്ട് ചെയ്യാം. ചെറിയ മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മെത്തേഡ് മതി. ഇത്രയും കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഈ ഡയഗണലും മിഡ് പോയിന്റ് കാണുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞെന്നുള്ളൂ. വേറെ ഏതെങ്കിലും ചോദ്യത്തിലൊക്കെ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞതാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ O എന്ന് പറയുന്നത് ഇതിൻ്റെ ഒറിജിനാണ്, അതായത് ആധാര ബിന്ദുവാണ് O. ഈ ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുന്ന വൃത്തം സർക്കിള് y ആക്സിസിൽ 0,4ലൂടെയും x ആക്സിസിൽ 3,0ലൂടെയും കട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ഏതാണ്? സെൻറ്ററിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. അതിനുശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ റേഡിയസ് വേണം. അതിനുശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൻ്റെ ഇക്വേഷനും വേണം. 3 ചോദ്യങ്ങളാണ്. സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്, റേഡിയസ് എന്താണ്, ഇതിൻ്റെ സമവാക്യം എന്താണ്. ഈ ചിത്രം ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു കാര്യം നോക്കണം. സെൻറ്റർ ഇവിടെ ഒക്കെ ഉണ്ടാവും, ഇങ്ങനെ മാർക്ക് ചെയ്ത് തരുമൊന്നുമില്ല. ഇത് 90 ഡിഗ്രി ആണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 90 ഡിഗ്രിയാണ്, അറിയാലോ. ആധാരബിന്ദുവാണ്, 2 അക്ഷങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം പെർപെൻഡിക്കുലറാണ്. ഇത് 90 ഡിഗ്രി ആകുന്ന സമയത്ത് ഈ സർക്കിളിലെ ഈ 2 പോയിൻറ്റ്സ് എന്ന് ബിയിലേക്ക് ഒരു വര വരച്ചാൽ കിട്ടുന്ന ഈ AB ഇതിൻ്റെ വ്യാസമായിരിക്കും. AB ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. എന്താ കാരണം? ഡയമീറ്റർ ആകുന്ന സമയത്തെ നമുക്ക് ഈ അർദ്ധവൃത്തത്തിലെ കോണായിട്ട് ഇത് 90 ഡിഗ്രി വരുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഡയമീറ്റർ, വ്യാസം. ഇത് ഡയമീറ്റർ ആകുന്ന സമയത്ത് ഈ ഡയമീറ്ററിൻ്റെ മധ്യബിന്ദു എടുത്താൽ പോരെ. എബിയുടെ മധ്യബിന്ദു മിഡ് പോയിന്റ്. എങ്ങനെ എബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക? x1 + x2 /2 y1 + y2 0/2. നമുക്ക് 3/2 എന്നും 4/2 എന്നും കിട്ടുന്നു. അപ്പോൾ നമുക്ക് സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി 3/2, 4/2. ഇനി നമുക്കിതിൽ വേണ്ടത് റേഡിയസ് ആണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, എബിയുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. എബിയുടെ നീളം, എബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല അറിയാലോ. √x1 - x2 2 + y1 - y2 2 = √3ന്ന് 0 കുറച്ചാൽ 3² പ്ലസ് 4ന്ന് 0 കുറച്ചാൽ 4². ആൻസർ 9 + 16 25. 25ൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 5 കിട്ടും, നമുക്ക് 5 കിട്ടും. 5 ഇതിൻ്റെ റേഡിയസ് അല്ല കേട്ടോ, 5 ഇതിൻ്റെ വ്യാസമാണ്. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടുക 5ൻ്റെ പകുതി.
അഥവാ 2.5. 2.5 ആക്കണം എന്നില്ല, 5ൻ്റെ പകുതി എന്ന് എഴുതി വെച്ചാലും മതി. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാം അല്ലേ. സമവാക്യം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എ കോമ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ആണ്, അതുപോലെ 3/2 4/2 എന്ന് കിട്ടിയിട്ടുണ്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ 5/2 എന്നും കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക. എക്സ് മൈനസ് എ എന്നുള്ളിടത്ത് 3/2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി എന്നുള്ളിടത്ത് 4/2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. 5/2ൻ്റെ സ്ക്വയർ 25/4. 5/2ൻ്റെ സ്ക്വയർ 25/4. ഇതുവരെ എഴുതി വെച്ചാൽ മതി. ഇതിനെ ഫർദറായിട്ട് സ്ക്വയറൊക്കെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല. 5ാമത്തെ ചോദ്യത്തിൽ ഒരു വരയുടെ സമവാക്യം തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എ ലൈന് തന്നിട്ടുണ്ട്. ഇതാണ് സാധനം. എക്സ് മൈനസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0. ഇതൊരു വരയുടെ സമവാക്യമാണ്, അതായത് ഒരു ഇക്വേഷൻ ഓഫ് എ ലൈൻ. 1ാമത്തെ ചോദ്യം, ഈ വര എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം. ഒരു വര എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്സിസ് വരച്ചിട്ട് എക്സ് ആക്സിസിൽ ഒരു വര പോയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോമ 0 എന്ന ഫോമിലാണ് വരിക അല്ലേ. എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ ഓൺ എക്സ് ആക്സിസ് കോമ വൈ ഈസ് ഈക്വൽ ടു 0. എക്സ് അക്ഷത്തിൽ വൈ സമം 0 ആയിരിക്കും. അപ്പോൾ ഈ സമവാക്യത്തിൽ വൈ ഉള്ളിടത്ത് 0 കൊടുത്താൽ എക്സ് മൈനസ് 4 × 0 പ്ലസ് 8 ഈക്വൽ ടു 0 എന്നാവും. എക്സ് മൈനസ് ഈ 4 × 0 എന്നുള്ളത് അങ്ങോട്ട് ക്യാൻസൽ ആയി പോകും. 4 × 0 എന്ന് പറഞ്ഞാൽ 0. ഇനി എക്സ് പ്ലസ് 8 സമം 0, എക്സ് സമം -8. അപ്പോൾ എക്സ് -8ഉം വൈ 0ഉം. അപ്പോൾ ഈ പോയിന്റ് കിട്ടുക എക്സ് -8 വൈ 0. എക്സ് ആക്സിസിൽ എവിടെയാണ് മീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എക്സ് ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ -8 0. ഇനി വൈ ആക്സിസിൽ എവിടെ മീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിക്കണം. വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ ഓൺ വൈ ആക്സിസ് എക്സ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഒരു ലൈൻ ഇങ്ങനെ പോയിട്ട് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഒരു നമ്പർ ആയിട്ടും കിട്ടും. അപ്പോൾ എക്സിന് നമ്മൾ ഇതിലേക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 മൈനസ് 4y പ്ലസ് 8 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഈ 0 അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം ഞാൻ -4y ഈസ് ഈക്വൽ ടു -8 അല്ലേ. ഈ 8ന് അങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത് -8. രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ മൈനസ് കട്ട് ചെയ്തു. അപ്പോൾ 4y സമം 8 കിട്ടി. y സമം 8/4 സമം 2. അപ്പോൾ y 2, x എത്ര കൊടുക്കുക 0. അപ്പോൾ 0,2. ഇതാണ് ഈ വര y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് ഈ വര എക്സിനെ മീറ്റ് ചെയ്യുന്ന സ്ഥലം കിട്ടി, വൈനെ മീറ്റ് ചെയ്യുന്ന സ്ഥലം കിട്ടി. ഇനി ഈ വരയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ചെരിവ്. ഈ വരയിലെ 2 പോയിന്റുകൾ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാനും സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വൈ തമ്മിൽ കുറക്കല്ലേ. y2 മൈനസ് y1 2 കുറക്കണം 0 അതേ ഓർഡറിൽ തന്നെ എക്സും കുറക്കുക. 0 കുറക്കണം -8 കേട്ടോ. ഈ മൈനസ് മാറിപ്പോരുത്. അപ്പോൾ ആൻസർ 2ന്ന് 0 കുറച്ചാൽ 2, ഈ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും, അങ്ങനെ 8. 2/8നെ ചെറുതാക്കിയാൽ 1/4 ഇതിൻ്റെ സ്ലോപ്പ് കിട്ടുക. അടുത്ത ചോദ്യം, ഇതിലെ 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോ. 1 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു വര, 1 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന്, ഈ ലൈന് പാരലലാണ്, ഈ വരക്ക് സമാന്തരമാണ്. ആ വരയുടെ സമവാക്യം എന്തായിരിക്കും, ഇക്വേഷൻ എന്തായിരിക്കും? അപ്പോൾ നമുക്ക് അറിയാം, ഒരു വരക്ക് സമാന്തരമായിട്ടുള്ള 2 വരകൾ സമാന്തരങ്ങളാണെങ്കിൽ, പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ പുതിയ ലൈനിൻ്റെ സ്ലോപ്പ് ഓഫ് ന്യൂ ലൈൻ, പുതിയ വരയുടെ സ്ലോപ്പ് 1/4 തന്നെ ആയിരിക്കും. കാരണം ഈ വര ഇതിന് സമാന്തരമാണ്, പാരലലാണ്. അപ്പോൾ അതിൻ്റെയും സ്ലോപ്പ് 1/4. ഇനി ആ വര പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ, 1 എന്ന പോയിന്റിലൂടെയാണ് ആ വര പാസ് ചെയ്യുന്നത്. ഇക്വേഷൻ കാണാനാണ് ചോദ്യം. ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇക്വേഷൻ കണ്ടുപിടിക്കാൻ y മൈനസ് ഇതിലെ 1 അല്ലേ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇതിലെ എക്സ് അത് 1 ഈസ് ഈക്വൽ ടു
ഇസ് ഈക്വൽ ടു എന്താ? സ്ലോപ്പ് എത്രയാ? 1/4. അപ്പോൾ y മൈനസ് y1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ഇതിലെ എക്സ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ്. ഇത് നമുക്കൊന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ഭാഗം നമുക്ക് വേണമെങ്കിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എക്സ് മൈനസ് 1 ചെയ്താൽ നമുക്ക് എക്സ് മൈനസ് 1 തന്നെ കിട്ടും. ഇസ് ഈക്വൽ ടു 4 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 ഇൻറ്റു വൈ എത്രയാ? 4y. ഇനി 4 ഇൻറ്റു -1 -4. ഇനി ഇത് നമുക്കൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതിയാൽ ആൻസർ കഴിഞ്ഞു. നമുക്ക് എല്ലാ നമ്പറും ഇടത്തോട്ട് കൊണ്ടുവന്നിട്ട് വലത് ഭാഗത്ത് 0 വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ എക്സ് ഈ 4y ഇടത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് -4y. ഇനി ഇവിടെ ഓൾറെഡി നമുക്കൊരു -1 ഉണ്ട്. ഈ 4 ഇടത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് +4 = 0. കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും നമുക്ക് കൂട്ടി എഴുതണം. അപ്പോൾ നമുക്ക് അവിടെ -1ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും അല്ലേ? അപ്പോൾ പുതിയ വരയുടെ സമവാക്യം എക്സ് മൈനസ് 4y ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ +3 = 0. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ലൈനിൻ്റെ 2 എൻഡ് പോയിന്റുകൾ അഗ്രബിന്ദുക്കൾ പിയും ക്യൂവും, പിൻ്റെ സൂചകസംഖ്യ ഇവിടെ ഉണ്ട്, ക്യൂവിൻ്റെ സൂചകസംഖ്യ ഇവിടെ ഉണ്ട്. എയും ബിയും ഈ പി ക്യൂ എന്നുള്ള ലൈനിനെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. ഈ എയും ബിയും ഈ വരനെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു എങ്കിൽ എയുടെ സൂചകസംഖ്യ എന്ത്, ബിയുടെ സൂചകസംഖ്യ എന്ത്? 2 പോയിന്റുകളുടെയും കോർഡിനേറ്റ്സ് കാണാനാണ് ചോദ്യം. എ, ബി ഡിവൈഡ് the line segment PQ into 3 equal parts. Find the coordinates of A and B. നമുക്കറിയാം 3 തുല്യ ഭാഗങ്ങളാക്കുന്ന സമയത്ത് റേഷ്യോ വരിക 1:1:1. ഇതാണ് റേഷ്യോ വരിക, അംശബന്ധം വരിക 1:1:1. അപ്പോൾ ഇതിൽ എ ഈ വരനെ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഏത് റേഷ്യോയിലായിരിക്കും എ ഇതിനെ കട്ട് ചെയ്യുക? എ എന്നുള്ള പോയിന്റ് മാത്രം ഇപ്പോൾ എടുക്കുക കേട്ടോ. ബി ഇപ്പം മൈൻഡ് ചെയ്യേണ്ട. എ എന്നുള്ള പോയിന്റ് മാത്രം എടുക്കുക. എ പി ക്യൂവിനെ കട്ട് ചെയ്യുന്നത് നോക്കണേ, എ പി മുതൽ എ വരെ അവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ ഇതുവരെയുള്ള റേഷ്യോ 1:2. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഷ്യോ 1 കൂട്ടിയിട്ട് 2. അപ്പോൾ എ പി ക്യൂവിനെ കട്ട് ചെയ്യുന്നത് 1:2. എ പി ക്യൂവിനെ കട്ട് ചെയ്യുന്നത് 1:2. എ കട്ട്സ് PQ in the ratio 1:2. റേഷ്യോ എന്ന് പറഞ്ഞാൽ അംശബന്ധം. എ പി ക്യൂവിനെ വിഭജിക്കുന്നത് 1:2. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എ കാണാൻ നമ്മളൊരു ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഈ m:n കട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പറയാം? mx2 + nx1/m+n, my2 + ny1/m+n. ടെക്സ്റ്റ് ബുക്കിൽ വേറൊരു ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ടും പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വെച്ച് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ m എന്ന് പറയുന്നത് ഇതാണ് m:n, m1 n2. അപ്പോൾ 1 × x2 എന്ന് പറഞ്ഞാൽ ഈ പി ക്യൂവിൻ്റെ ഇവിടെ കാണുന്ന രണ്ടാമത്തെ x ആണ് x2. അപ്പോൾ 1 × 10 പ്ലസ് ഇനി n അത് 2 × x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 ഡിവൈഡഡ് ബൈ m+n 1ഉം 2ഉം കൂട്ടിയത്, വീണ്ടും m 1 × y2 എന്ന് പറഞ്ഞാൽ ഇതാണ് y2 4 പ്ലസ് n എന്ന് പറഞ്ഞാൽ 2 × y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ഡിവൈഡഡ് ബൈ m+n. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടി നോക്കാം. 1 × 10 10, 2 × 4 8. അപ്പോൾ ഇവിടെ 10 ഇവിടെ 8 കൂട്ടിക്കഴിഞ്ഞാൽ 18. 18/3, ഇത് 4 ഇത് -6, ഇത് 4 ഇത് -6 കൂട്ടിക്കഴിഞ്ഞാൽ ഇത് 4 ഇത് -6 കൂട്ടിക്കഴിഞ്ഞാൽ -2. -2ന്റെ താഴെ 3, -2/3. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6. ഇത് കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് ആരും എയുടെ സൂചകസംഖ്യ 6, -2. എയുടെ സൂചകസംഖ്യ 6, -2. ഇനി നമുക്ക് ബി നോക്കാം. എയുടെ കോർഡിനേറ്റ്സ് 6, -2 അല്ല, 6, -2/3 എന്നുണ്ട്. ഇനി ബിയുടെ സൂചകസംഖ്യ കണ്ടുപിടിക്കാൻ ഈ ബി ഇതിനെ എങ്ങനെ മുറിക്കുന്നത് നോക്കാം. ബി വരെ റേഷ്യോ എത്ര വരുന്നുണ്ട്? 2 അല്ലേ? 1 1 2. ഇവിടുന്ന് അങ്ങോട്ട് 1. അപ്പോൾ ബി പി ക്യൂവിനെ മുറിക്കുന്നത് 2:1.
ബി പി ക്യൂനെ മുറിക്കുന്നത് 2:1 ബി കണ്ടുപിടിക്കാൻ നമുക്ക് വീണ്ടും നേരത്തെ പോലത്തെ നമുക്ക് ആ സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാം. m/n കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫോർമുല എഴുതുന്നില്ല. m × x2 m 2 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ 4 സോറി x2 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് nx1 n എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ m പ്ലസ് n കൊമ ഇനി y കോർഡിനേറ്റ്സ് വെച്ചിട്ട് 2 ഇൻറ്റു m ഇൻറ്റു y2 4 പ്ലസ് n 1 ഇൻറ്റു y1 മൈനസ് 3 ഡിവൈഡഡ് ബൈ m പ്ലസ് n 2+1 2+1 1+2 ഒക്കെ ഇടുക കേട്ടോ. ഓർഡർ മാറിയാലൊന്നും കുഴപ്പമില്ല. ഇതിനടുത്ത് ഇവിടെ 10 ഇവിടെ 4 സോറി ഇവിടെ 20 ഇത് 4 24/3 24/3 ഇവിടെ കിട്ടുക 8 മൈനസ് 3 8ഉം മൈനസ് 3ഉം 5 5/3 ഇതിലും നമുക്ക് നേരത്തെ പോലെ 24/3 ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8,5/3 ബിയുടെ സൂചക സംഖ്യകളും കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഈ ബിൻ്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ എൻ്റെ സൂചക സംഖ്യ കിട്ടിയ സ്ഥിതിക്ക് ബി കണ്ടുപിടിക്കാൻ ഈ എ മുതൽ ക്യൂ വരെ ഉള്ളെടുത്തിട്ട് അതിൻ്റെ മിഡ് പോയിന്റ് കണ്ടാലും മതി, അതിൻ്റെ മധ്യബിന്ദു കണ്ടാലും മതി. പിന്നെ ഞാനിവിടെ ഒരു ഭിന്നസംഖ്യ അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഈ 2 പോയിന്റ് വെച്ചിട്ട് x1 + x2 / 2 6 + 10 16 16/2 8 കണ്ടല്ലോ. ഇനി -2/3 4 കൂട്ടിയിട്ട് /2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/3 കിട്ടും. ആ രീതിയിലും ചെയ്യാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ലൈന് പാസ് ചെയ്യുന്നത് -5 8 അതിൻ്റെ സ്ലോപ്പ് 2/3. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരിവ് 2/3. എന്നിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ അനദർ പോയിന്റ്, ഈ ലൈൻമേലുള്ള മറ്റൊരു പോയിന്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പോയിന്റ് ആയിട്ട് ഞാൻ x, y എന്നെടുത്തു. അപ്പോൾ ഇതിലെ x കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. x കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള പോയിന്റിന്റെ x എടുക്കുക -5 അതിലേക്ക് സ്ലോപ്പിന്റെ അടിയിലുള്ള നമ്പർ കൂട്ടാം 3 അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് -2 കിട്ടും. y കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള പോയിന്റിന്റെ y എടുക്കുക 8 അതിലേക്ക് സ്ലോപ്പിന്റെ മുകളിലുള്ള നമ്പർ ആഡ് ചെയ്യുക 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ഇതിലെ മറ്റൊരു പോയിന്റ് ആയിട്ട് നമുക്ക് -2, 10 എന്ന് എഴുതാൻ പറ്റും. -2, 10. ഇനി ഇവിടെ ഇതൊക്കെ കൂട്ടിയതിന് പകരം കുറച്ചാലും മതിയേ. ഈ 3 കൂട്ടിയതിന് പകരം 3 കുറക്കുക, 2 കൂട്ടിയതിന് പകരം 2 കുറക്കുക. അപ്പോൾ വേറെ സംഖ്യകളായിരിക്കും കിട്ടുക. ഇതിൽ ധാരാളം പോയിന്റുകൾ ഉണ്ട്. ഏത് പോയിന്റ് കിട്ടിയാലും മതി. ഈ -2, 10 തന്നെ കിട്ടണം എന്നില്ല. അപ്പോൾ മറ്റൊരു പോയിന്റ് കിട്ടി. ഈ ചോദ്യമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്, ശ്രദ്ധിക്കണേ. ഇതിൽ a, b ഈസ് എ പോയിന്റ്. ഈ ലൈൻമേലുള്ള ഒരു പോയിന്റ് ആണ് a, b. അങ്ങനെയാണെങ്കിൽ ഷോ ദാറ്റ് a+3, b+2 ഈസ് ഓൾസോ എ പോയിന്റ് ഓൺ ദിസ് ലൈൻ. a, b ഈ വരയിലെ ഒരു ബിന്ദു ആണെങ്കിൽ a+3, b+2 എന്നതും ഈ വരയിലെ ഒരു ബിന്ദുവാണെന്ന് തെളിയിക്കുക എന്നാണ്. കാര്യം വളരെ സിമ്പിളാണ്. a, b ഈ വരയിലുള്ള ഒരു ബിന്ദുവാണെന്ന് തന്നിട്ടുണ്ടല്ലോ. ഇയാളല്ലേ നമുക്ക് ഡൗട്ട് ഉള്ളത്. എങ്ങനെ ഒരു പോയിന്റ് ഒരു വരയിലുള്ളതാണോ എന്ന് നമ്മൾ ഡൗട്ട് ക്ലിയർ ചെയ്യില്ല എങ്ങനെയാണ്? ഇക്വേഷൻ ഒന്നും കാണേണ്ട ആവശ്യമില്ല കേട്ടോ. സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതി. ഈ സ്ലോപ്പ് ഈ ചെരിവ് കിട്ടുന്നുണ്ടോ നോക്കുക. ആരെ വെച്ചിട്ട്? ഈ ലൈൻമേൽ ഉണ്ട് എന്ന് ഉറപ്പ് പറഞ്ഞ ആൾ a, b ആണ്. സംശയമുള്ളത് ഇയാളെയാണ്. അപ്പോൾ ഈ വരയിലുള്ള കൺഫേം ആയിട്ടുള്ള a, bയും ഡൗട്ടുള്ള ഇയാളെയും വെച്ചിട്ട് നമുക്കൊന്ന് സ്ലോപ്പ് കണ്ടു നോക്കാം. സ്ലോപ്പ് കാണുന്ന സമയത്ത് ഇതേ സ്ലോപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഇയാളും ഈ ലൈനിലുള്ളതാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരെ രണ്ടാളും വെച്ചിട്ട് സ്ലോപ്പ് കാണാൻ നോക്കാം. ഇതും വെച്ചിട്ട് സ്ലോപ്പ് കാണുന്ന സമയത്ത് എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ചെരിവ് കണ്ടുപിടിക്കുക? y എടുത്തിട്ട് ഇതിൻ്റെ y കുറക്കണ്ടേ? b+2 b കുറക്കും നമ്മൾ അല്ലേ. b+2 കുറക്കണം b ഡിവൈഡഡ് ബൈ ഇനി x എടുത്തിട്ട് a+3 കുറക്കണം a. എന്താ ആൻസർ കിട്ടുക? ഈ ബിയും ബിയും വെട്ടിപ്പോവും 2. ഈ -aയും aയും വെട്ടിപ്പോവും 3. ഇതാ ഈ വരൻ്റെ സ്ലോപ്പ് കിട്ടി, ചെരിവ് കിട്ടി. അപ്പോൾ ഇയാളും ഈ വരയിലുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തു, തെളിയിച്ചു. അടുത്ത ചോദ്യം വീണ്ടും നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ അല്ലെങ്കിൽ ലൈൻ എന്നുള്ള ഭാഗത്തു നിന്നാണ്. ഒരു ലൈന്, ഈ ലൈനിലെ 2 പോയിന്റ് ആണ് 4, 7, -1, 2. ആദ്യത്തെ ചോദ്യം ഇതിൻ്റെ സ്ലോപ്പ് കാണാനാണ്. ഇതിൻ്റെ സ്ലോപ്പ് ചെരിവ് കണ്ടുപിടിക്കാനാണ് ആദ്യത്തെ ചോദ്യം. സ്ലോപ്പ് ഒന്ന് ചെയ്തു നോക്കാം നമുക്ക്. 2ൽ നിന്ന് -7 കുറക്കും. അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കുറക്കും കേട്ടോ. 7ൽ നിന്ന് 2 കുറച്ചു.
7 കുറക്കണം 2. ഇവിടുന്ന് അങ്ങോട്ടാണ് കുറച്ചത്. അപ്പോൾ എക്സും ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കുറക്കണം. ഡിവൈഡഡ് ബൈ 4 കുറക്കണം -1. 4 കുറക്കണം -1. ആൻസർ കിട്ടുക 5/5. എങ്ങനെ താഴെ 5 കിട്ടിയ 4 മൈനസ് കൂടെ പ്ലസ് ആയിട്ട് 4 + 5 1. അപ്പോൾ 4 + 1 5. 5/5 എന്ന് പറഞ്ഞാൽ 1. ഇതിൻ്റെ ചരിവ് 1 ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലൊരു ചോദ്യം കൂടെയാണ് ഉള്ളത്. ഇതിൻ്റെ ഈ ലൈനിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സിനേക്കാൾ 3 കൂടുതലാണ് y. ഇതിലെ ഏതൊരു പോയിന്റ് എടുത്താലും എക്സ് കോർഡിനേറ്റിനേക്കാൾ 3 അധികമുണ്ട് y കോർഡിനേറ്റിന് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം. തെളിയിക്കുക. തെളിയിക്കാൻ ഇവിടെ അങ്ങനെ നോക്കിയാൽ പോരട്ടോ. ഇവിടെ നോക്കിയാൽ കാണാം 4നേക്കാൾ 3 കൂടുതലാണ് 7, -1നേക്കാൾ 3 കൂടുതലാണ് 2 എന്ന് കരുതി ഇതിൽ ഏത് പോയിന്റിന് അങ്ങനെ ഉണ്ടാവും എന്ന് സമർത്ഥിച്ച് വെക്കാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യണം. ഇതിലെ ഏത് പോയിന്റ് എടുത്താലും എക്സിനേക്കാൾ 3 കൂടുതലുണ്ട് y എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ വരയുടെ ഇക്വേഷൻ, സമവാക്യം കണ്ടുപിടിക്കണം. സമവാക്യം കണ്ടുപിടിക്കൽ എങ്ങനെയാ? ഈ വരയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ഇതെടുക്കുക. മറ്റൊരു പോയിന്റ് x, y എന്നെടുത്തു. എന്നിട്ട് y - 7 ബൈ x - 4 സമം എത്ര കൊടുക്കുക? സ്ലോപ്പ് എത്ര? 1 അല്ലേ? 1ൻ്റെ താഴെ ഒരു 1 കൂടെ ഇട്ടോളൂ, എന്നാൽ ക്രോസ് ചെയ്യാൻ സൗകര്യം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 × x - 4 ചെയ്താൽ നമുക്ക് x - 4 സമം 1 × y - 7 ചെയ്താൽ y - 7. നമുക്കിനി =0 എന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റുന്ന സമയത്ത് എക്സ് ഈ y ഇടത്തോട്ട് കൊണ്ടുവരുമ്പോൾ -y, നമ്പർ -4, ഈ -7 ഇടത്തോട്ട് കൊണ്ടുവന്നാൽ +7 സമം 0. അപ്പോൾ x - y + 3 സമം 0 എന്നാണ് ഇക്വേഷൻ കിട്ടിയത്. നമുക്ക് തെളിയിക്കേണ്ടത് എക്സിനേക്കാൾ 3 കൂടുതലാണ് y എന്നാണ്. ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. ഈ വൈനെ വലത്തോട്ട് കൊണ്ടുപോകാം. ഇക്വേഷൻ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ y റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ x + 3 ഇടത് ഭാഗത്തും ഈ -y അങ്ങോട്ട് കൊണ്ടുപോയാൽ y. നമ്മുടെ ആൻസർ ആയിട്ടില്ല. നോക്കി എന്താ ചോദ്യം? എക്സിനേക്കാൾ 3 കൂടുതലാണ് y എന്ന് തെളിയിക്കാൻ. അതാ ഇവിടെ ഉണ്ടല്ലോ, എക്സിനേക്കാൾ 3 കൂടുതലാണ് y. അപ്പോൾ ഈ വരയിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സിനേക്കാൾ 3 കൂടുതലുണ്ടാകും y എന്നുള്ളത് പ്രൂവ് ചെയ്യൽ അതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ്, സമവാക്യം വെച്ചിട്ടാണ് തെളിയിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിഡ് പോയിന്റ് കാണുന്ന ഫോർമുല ഇല്ലേ? x1 + x2/2 y1 + y2/2 മധ്യബിന്ദു. അതിങ്ങനെ മാറി ഉപയോഗിച്ച് അത് മാത്രം ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതാണ് ചോദ്യം. AB എന്നുള്ളൊരു ലൈൻ ഉണ്ട്. ആ ലൈനിനെ സിയും ഡിയും കൂടെ 3 തുല്യ ഭാഗങ്ങളാക്കുന്നു. അതായത് ഇതിനകത്ത് AC = CD = DB ആണ്. 3 കഷ്ണങ്ങളും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ സൂചകസംഖ്യ തന്ന് നോക്കണേ. A,1 ഒന്ന് സ്മോൾ ലെറ്റർ എ ആണ്. ബിൻ്റെത് -10, B ഒന്ന് സ്മോൾ ലെറ്റർ ബി ആണ്. സിൻ്റെ കോർഡിനേറ്റ്സ് ഫുള്ളായിട്ട് തന്നിട്ടുണ്ട്. ഡീൻ്റെ കോർഡിനേറ്റ്സ് ഒന്നും തന്നിട്ടില്ല, സൂചകസംഖ്യകൾ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ കാണേണ്ടത് എന്തൊക്കെയായിരിക്കും? ഇതിലെ എ കണ്ടുപിടിക്കണം. എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ അല്ല, സ്മോൾ ലെറ്റർ എ കാണണം, സ്മോൾ ലെറ്റർ ബി കാണണം, ഈ ഡീൻ്റെ സൂചകസംഖ്യകൾ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിനകത്ത് ഈ 4 കിട്ടിയത് എങ്ങനെയായിരിക്കും? ശ്രദ്ധിക്കണേ. ഈ 4 കിട്ടിയത് സി ആരുടെ മിഡ് പോയിന്റാ? സി ആരുടെ മിഡ് പോയിന്റാ? എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് സി. അപ്പോൾ ഈ 4 കിട്ടിയത് ഈ 1ഉം ഈ വൈയും കൂട്ടി /2 ചെയ്തിട്ടാ. നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. 1 + ഈ 1ഉം ഈ വൈയും കൂട്ടിയിട്ട് /2 ചെയ്യുമ്പോഴാണ് 4 കിട്ടുക. കാരണം മിഡ് പോയിന്റ് ആയതുകൊണ്ട്, മധ്യബിന്ദു ആയതുകൊണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടും അല്ലേ? ഈ 1 + y ഇവിടെ വെച്ചിട്ട് 2 ഇങ്ങോട്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 4 + 4 × 2. അപ്പോൾ 1 + y = 8 എന്ന് കിട്ടി. അതുകൊണ്ട് y = 8 കുറക്കണം 1 = 7. അപ്പോൾ ഇവിടെ കിട്ടി കേട്ടോ. കിട്ടിയതൊക്കെ ഇവിടെ അങ്ങനെ എഴുതി വെക്കാം. നമുക്ക് ഈ വൈൻ്റെ വാല്യൂ 7 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ടും ഈ 10ഉം കൂട്ടിയിട്ട് ഇതിലെ x1 + x2/2 ചെയ്താൽ ആരെ കിട്ടും? x കിട്ടൂലേ? മനസ്സിലാവുന്നുണ്ടോ? ഡി ആരുടെ മിഡ് പോയിന്റാ? സി ബിയുടെ മധ്യബിന്ദുവാണ് ഡി.
അപ്പോൾ ഈ -2 ഈ -10 കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ ഇയാളെ കിട്ടും, എക്സ് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വില എത്ര വരിക? -12/2 സമം എക്സ്. അപ്പോൾ എക്സ് സമം -6. അപ്പോൾ നമുക്ക് ഈ സംഭവം കിട്ടി, -6. അപ്പോൾ ആരുടെ ആൻസറായി? ഡിയുടെ സൂചക സംഖ്യ നമുക്ക് ഫുള്ള് കിട്ടി. ഡി = -6, 7. ഇനി നമുക്കിവിടെ എ വേണം, ഈ ബി വേണം. ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമായി നോക്കിക്കോളൂ. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെ വരിക. സി എന്നുള്ളത് ഇതിൻ്റെ മധ്യബിന്ദു ആണെന്ന് എടുത്തിട്ട് നന്നായിട്ട് നോക്കണേ. ഈ എയും നമ്മുടെ വരച്ചൊന്നും കൂടെ വൃത്തികേടാക്കാൻ ആണെന്ന് വിചാരിക്കരുത്. ഈ എയും ഈ -6 കൂട്ടിയിട്ട് ഈ എയും -6 കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ ഇയാളെ കിട്ടുന്നല്ലേ? ഇതല്ല മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളെങ്ങനെ എഴുതാം? എയും -6 കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ ഈ -2 കിട്ടും. ഇത് നമുക്ക് എ കണ്ടുപിടിക്കണേ. എ -6 ഇവിടെ വെച്ചു. -2 × 2, ഈ 2 അപ്പുറത്തേക്ക് വരുമ്പോൾ × 2. അപ്പോൾ എ -6 സമം -4. അപ്പോൾ എത്ര എ വരിക? എ സമം -4, 6 അവിടേക്ക് വരുമ്പോൾ +6, ഉത്തരം 2. എൻ്റെ വില 2. അപ്പോൾ ഇയാൾ കിട്ടിയ എൻ്റെ വില 2. ഇനി നമുക്ക് ബിയും കൂടെ കിട്ടണം. വീണ്ടും നമ്മൾ ഇവിടേക്ക് വരാം. ഈ ബിയും ഈ 4 കൂട്ടിയിട്ട് ബൈ 2 ചെയ്താൽ y കിട്ടും അല്ലേ? y എന്ന് പറഞ്ഞാൽ 7. ശ്രദ്ധിച്ച് നോക്കണേ. ഈ ബിയും ഈ 4 കൂട്ടിയിട്ട് ബൈ 2 ചെയ്യുമ്പോഴാണ് ഈ മധ്യബിന്ദുവിൻ്റെ ഈ സംഖ്യ കിട്ടുക, 7 കിട്ടുക. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ബി കൂട്ടണം 4 ബൈ 2 സമം 7. ഇതിന്ന് ബി കാണാൻ ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യാം? ഈ 2 ഇവിടേക്ക് വരുന്ന സമയത്ത് 7 × 2 അല്ലേ? ഇനി 4 അവിടേക്ക് വരുന്ന സമയത്ത് -4. അങ്ങനെ 14-ന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 കിട്ടും. അപ്പോൾ ബീൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 10. എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. വീണ്ടും ലൈനിൻ്റെ ഇക്വേഷൻ എന്നാണ് ചോദ്യം. ഒരു ലൈന് 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. 2, 6 ഈ ലൈനിലുള്ളൊരു പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് വെദർ 2,6 is a point on this line or not. 2, 6 എന്ന ബിന്ദു ഈ വരയിലുള്ളതാണോ അല്ലേ എന്ന് പരിശോധിക്കുക. പരിശോധിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആദ്യം ഈ വരയുടെ ചരിവ് ഒന്ന് നോക്കാം. ചരിവ്, സ്ലോപ്പ് കേട്ടോ. 8 ന്ന് ആരെ കുറക്കേണ്ടത്? 8 കുറക്കണം 5. താഴെ -3 കുറക്കണം 0. ആൻസർ കിട്ടുക 8 ന്ന് 5 കുറച്ചാൽ 3. -3 ന്ന് 0 കുറച്ചാൽ -3. 3 -3 തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ -1. സ്ലോപ്പ് -1 ആണ് കിട്ടുക. അപ്പോൾ 2, 6 ഈ ലൈനിലുള്ളതാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഈ ലൈനിലുള്ള ഒരാളാണല്ലോ ഇത്, അല്ലെങ്കിൽ ഇത്, ഇയാളെടുക്കുക. ഇയാൾ ഇതിന്മേലാണെന്നുള്ളത് ഉറപ്പാണ്. ഇയാളാണ് ഡൗട്ട്. ഈ ഡൗട്ടുള്ള ആളെയും ഉറപ്പുള്ള ആളെയും വെച്ച് നമുക്ക് സ്ലോപ്പ് ചരിവ് കാണുമ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് സ്ലോപ്പ് കാണുന്ന സമയത്ത് 6 ന്ന് 5 കുറക്കും അല്ലേ? 6 കുറക്കണം 5 ബൈ 2 കുറക്കണം 0. ആൻസർ കിട്ടുക 1/2. ഈ ചരിവ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ 2, 6 ഈ വരയിലെ ഒരു ബിന്ദു അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഈ വരയിലെ ഏതൊരു പോയിന്റിൻ്റെയും എക്സും വൈയും കൂട്ടിയാൽ എപ്പോഴും 5 കിട്ടും എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് ഫോർ എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ സം ഓഫ് എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഈസ് ഓൾവേസ് 5. ഒരു ഉദാഹരണം നോക്കിയേ. ഇതിലെ എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടുന്നില്ലേ? 0, 5. ഇതിലെ എക്സും വൈയും കൂട്ടിയാൽ -3ഉം 8ഉം കൂട്ടിയാൽ 5 കിട്ടുന്നില്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിലെ ഏത് പോയിന്റിൻ്റെയും എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടും. അപ്പോൾ ഇതിന് കിട്ടുന്നുണ്ടോ? നോക്കിയാൽ 2ഉം 6ഉം കൂട്ടിയാൽ 5 കിട്ടുന്നുണ്ടോ? 8 കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ ഈ ലൈൻമേലുള്ള പോയിന്റ് അല്ലാതിരുന്നത്. ഈ ലൈൻമേലുള്ള പോയിന്റുകൾക്കൊക്കെ ഈ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം, തെളിയിക്കാനാണ് ചോദ്യം. നേരത്തെ ഒരു ചോദ്യത്തിൽ ചെയ്ത പോലെ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. സമവാക്യം കണ്ടിട്ടാണ് അത് തെളിയിക്കുക. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് സമവാക്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മളൊരു എക്സ്, വൈ എടുക്കണം അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാം. എന്നിട്ട് ഈ പോയിന്റ് ഏതും എടുക്കട്ടോ. നമ്മൾ തൽക്കാലം എന്തെടുക്കുക? അതല്ലേ ഈസി. y - 5 ഡിവൈഡഡ് ബൈ എക്സ് - 0 സമം, അപ്പുറത്ത് എന്താ എഴുതുക? സ്ലോപ്പ് എത്രയാണ്? -1 കേട്ടോ. -1
-1 താഴെ ഒരു 1 കിട്ടാം. പിന്നെ നമുക്കൊന്ന് ഗുണിച്ച് നോക്കണേ, ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് ചെയ്യാം. ഇതിപ്പോൾ എത്രയേ ഉള്ളൂ, y - 5 ബൈ എക്സ് സമം -1/1. എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ എക്സാണ്. ഇനി ക്രോസ് ചെയ്യുന്ന സമയത്ത് -1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സമം 1 ഇൻറ്റു y - 5 y - 5. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടും എന്നല്ലേ? അങ്ങനെ ഒരു സംഭവം ഇതിൽ നിന്ന് ഉണ്ടാക്കി വെക്കണം. നമ്മൾ എക്സും വൈയും കൂട്ടിയാൽ 5 കിട്ടും എന്നുണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ എക്സിന് അങ്ങോട്ട് കൊണ്ടുപോവുക, 5നെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് കിട്ടില്ല. നോക്കിയേ, ഈ -x അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ സമത്തിൻ്റെ വലത് ഭാഗത്ത് ഈ -x അങ്ങോട്ട് കൊണ്ടുപോവുക. y ഓൾറെഡി അവിടെ ഉണ്ട്, -x അവിടെ എത്തുന്ന സമയത്ത് +x ആവും. ഇനി ഈ -5 ഇങ്ങോട്ടും കൊണ്ടുവരാം, -5 ഇങ്ങോട്ടും കൊണ്ടുവന്നാൽ അത് 5. അപ്പോൾ നമ്മൾ ആൻസർ ആയില്ല, നോക്കിയേ, എക്സും വൈയും കൂട്ടിയാൽ 5. x + y = 5 എന്ന് പ്രൂവ് ചെയ്യും. അടുത്ത ചോദ്യം നോക്കാം. ഇതൊരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, ഇത് x - a (² + y - b) (² r²). അപ്പോൾ r² സമം 25 ആണ്. അപ്പോൾ റേഡിയസ് കിട്ടുക 5. ഓക്കെ അല്ലേ? സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ വാല്യൂ 3 അല്ലേ? ശ്രദ്ധിക്കണേ, എക്സ് കഴിഞ്ഞ് മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് എ. അപ്പോൾ ഇവിടെ മൈനസ് കഴിഞ്ഞിട്ട് വരുന്ന ആൾ 3 ആണ്. അപ്പോൾ എൻ്റെ വാല്യൂ 3. ബീൻ്റെ വാല്യൂ മൈനസിന് ശേഷമുള്ള ആൾ, മൈനസിന് ശേഷം 7. അപ്പോൾ b = 7. അപ്പോൾ സെൻറ്റർ വരിക, വൃത്തകേന്ദ്രം വരിക 3,7. ഞാനത് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തതാണ്. നേരത്തെ നമ്മളൊരു ചോദ്യം ചെയ്തു. ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യം അതല്ല, ഈ സർക്കിള് y ആക്സിസിൽ ഏതൊക്കെ പോയിന്റിലൂടെ പാസ് ചെയ്യും? ഒരു സർക്കിള് ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന സംഭവം നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഒരു സർക്കിൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പാസ് ചെയ്യുന്നത് അല്ലേ? y ആക്സിസിൽ ഇവിടെയും തൊട്ടിട്ടുണ്ട്, ഇവിടെയും തൊട്ടിട്ടുണ്ട്, 2 സ്ഥലത്ത് തൊട്ടിട്ടില്ലേ? അപ്പോൾ y ആക്സിസിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഏതായാലും y ആക്സിസിൽ x 0 ആണല്ലോ, ഈ സ്ഥലത്ത് x 0 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് x ഉള്ളിടത്ത് 0 കൊടുത്താൽ, ഈ x ഉള്ളത് 0 ആയി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വായിക്കുക 0 - 3² പ്ലസ് ബാക്കിയൊക്കെ അതേപോലെ ഉണ്ടാവുക y - 7² സമം 25. ഈ 0 - 3² എന്ന് പറഞ്ഞാൽ എത്ര? 9 അല്ലേ? 0 നിന്ന് 3 കുറച്ചാൽ -3, അതായത് 0 ഇവിടെ ആവശ്യമില്ല എന്നർത്ഥം. -3ന്റെ സ്ക്വയർ 9. അപ്പോൾ കിട്ടിയത് 9 + y - 7² സമം 25. ഇനി നമുക്ക് അവിടെ y - 7² അവിടെ വെച്ചിട്ട് y - 7² അവിടെ വെച്ചിട്ട് 9നെ വലത്തോട്ട് കൊണ്ടുപോയാൽ 25 - 9 ചെയ്താൽ നമുക്ക് 16 കിട്ടും. y - 7² സമം 16 ആകുമ്പോൾ y - 7 കാണാൻ സ്ക്വയർ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് ആവും അല്ലേ? 16ന്റെ റൂട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് +or-4 വരും. അതിവിടെ എഴുതി y - 7 സമം 16 റൂട്ട് +or-4. ഇനി ഇതിനെ നമുക്ക് 2 എണ്ണാക്കി ചെയ്യൂ അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഒക്കെ ചെയ്തതുപോലെ y - 7 സമം 4 എടുക്കണം, y - 7 സമം -4 എടുക്കണം. ഇവിടെ y സമം 4, 7 അപ്പുറം വരുമ്പോൾ +7 11. ഇവിടെ y കാണുന്ന സമയത്ത് -4, 7 അവിടുന്ന് വരുന്ന സമയത്ത് +7. ആൻസർ 3. -4ഉം 7ഉം കൂട്ടിയാൽ 3. അപ്പോൾ yൻ്റെ വാല്യൂ 11 കിട്ടുന്നുണ്ട്, 3 കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? 2 സ്ഥലത്ത് മീറ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ 2 y വാല്യൂ ഉണ്ടാവില്ലേ? അപ്പോൾ yയിൽ എവിടെയൊക്കെ മീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ x 0, yൻ്റെ വാല്യൂ 11, അല്ലെങ്കിൽ അതോടൊപ്പം മീറ്റ് ചെയ്യുന്ന സ്ഥലം x 0, yയിൽ 3. അപ്പോൾ yയിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലം 0 ലെവലിലും മീറ്റ് ചെയ്യും, 0-3ലും മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളൊരു 10-11 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതൊക്കെ ഒരു പ്രാവശ്യം കൂടെ കണ്ട് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എക്സാമിന് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഓരോ ചാപ്റ്ററായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ഭാഗവും നമ്മളിപ്പോൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റും. ചോദ്യങ്ങളൊക്കെ പലതും എക്സാമിന് മുമ്പ് വന്നിട്ടുള്ളതാണ്. നമുക്ക് മറ്റൊരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ട് കാണുന്നത് വരെ തൽക്കാലം നമുക്ക് ഇവിടെ വാങ്ങുന്നു. താങ്ക് യു.